പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ചില ചിന്തകളുമായി ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ബലപ്പെടുത്തി ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ഈ ഒരു പുതിയ പ്രഭാതം കാണുവാൻ അവിടുന്ന് ദയ ചെയ്ത്, അവിടുന്ന് കരുണ കാണിച്ച വലിയ കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മളോട് ഇടപെടുവാൻ, കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനൊക്കെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിക്കും. അതിനായി നമുക്ക് കാതോർക്കാം. ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. വിടുതലിന്റെ ശുശ്രൂഷ ചെയ്ത സന്തോഷത്തോടെ തന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന ശിഷ്യന്മാരോട് യേശു പറയുന്നു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ലൂക്കോസ് 10-20 വാക്യമാണ്. കർത്താവ് നമ്മുടെ ശുശ്രൂഷയേക്കാൾ അധികം ജീവിതത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ആകയാൽ കറയില്ലാത്ത ജീവിതത്തിന് നാം പ്രഥമ സ്ഥാനം നൽകണം. ആഴമായ ദുഃഖത്തോടെ മനസ്താപപ്പെട്ട് എല്ലാ അശുദ്ധിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ഒരു മനസ്സൊരുക്കം നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിന് മുൻപ് നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതാണ് ആവശ്യം. കർത്താവേ നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് അനേകർ യേശുവിനോട് പറഞ്ഞു. എന്നാൽ കർത്താവ് അവരോട് എന്താണ് പറയുന്നത്? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. മത്തായി എഴുതിയ സുവിശേഷം 7-22-24 വാക്യങ്ങളിൽ നമ്മൾ അത് വായിക്കുന്നു. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. പിതാവിന്റെ നാമം മഹത്വപ്പെടാത്ത വീര്യപ്രവൃത്തികളാലല്ല, മറിച്ച് നല്ല പ്രവൃത്തികളാൽ നാം പ്രകാശിക്കപ്പെടണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. നല്ല പ്രവൃത്തികൾ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം ഇവയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വീര്യപ്രവൃത്തികൾ രോഗശാന്തി വരം, ഭൂതങ്ങളെ പുറത്താക്കൽ, അത്ഭുതങ്ങൾ തുടങ്ങിയ ആത്മാവിന്റെ വരങ്ങളോട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന നമ്മുടെ സ്വഭാവമാണ് വീര്യപ്രവൃത്തികളാകുന്ന വരങ്ങളെക്കാൾ പ്രധാനം. സ്തോത്രം. നമ്മളെ തന്നെ ദൈവവരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം കാണുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ, നന്ദി പറയുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകൾ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. നല്ല പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങളോട് ഇടപെട്ടല്ലോ. കർത്താവെ, അവിടുത്തെ നാമത്തെ ഞങ്ങളിലൂടെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് അവിടുത്തെ ഉദ്ദേശങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയിൽ നടക്കുവാൻ കർത്താവ് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ താങ്ങണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ.